നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ വമ്പിച്ച പരാജയത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തോട് പിണങ്ങിക്കഴിയുകയാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ. താനിനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെ പരസ്യമായ ഒരു പ്രതികരണത്തിനില്ലാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കെ മുരളീധരൻ ചെയ്തത്. എന്നാൽ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ KPCC നേതൃത്വം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കെ മുരളീധരൻ ലക്ഷ്യമിടുന്നത് വയനാട് സീറ്റാണെന്നുള്ള സൂചനകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകുന്നുണ്ട്. രണ്ടിടത്ത് മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയാനുള്ള സാധ്യതകളാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്താനുള്ള സാധ്യതകളും KPCC നേതൃത്വം തള്ളിക്കളയുന്നില്ല. നേരത്തെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. വയനാട് പോലുള്ള സുരക്ഷിതമായ മണ്ഡലം ലഭിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയും KPCC നേതൃത്വം തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയാൽ മുരളീധരനെ എവിടെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ പ്രിയങ്ക ഗാന്ധി എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കെ മുരളീധരനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച് ഇപ്പോഴത്തെ ഒരു പിണക്കം മാറ്റുക എന്നുള്ള ലൈനായിരിക്കും KPCC നേതൃത്വം സ്വീകരിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതേസമയം KPCC നേതൃത്വത്തോട് കെ മുരളീധരൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നിൽ കളിച്ച നേതാക്കൾ ആരൊക്കെയാണ്? തൃശ്ശൂരിൽ തന്നെ ബോധപൂർവം പരാജയപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിയ വോട്ടുകൾ പോലും തൃശ്ശൂരിൽ ലഭിച്ചില്ല. പല മണ്ഡലങ്ങളിലും പിന്നിൽ നിന്ന് കുത്തിയ നിലപാട് ഉണ്ടായി, സാഹചര്യമുണ്ടായി. ഇത് KPCC നേതൃത്വം കൃത്യമായി പരിശോധിക്കണം. തൃശ്ശൂരിലെ മുൻ MP ആയ TN പ്രതാപൻ അടക്കമുള്ളവർക്കെതിരെയാണ് സംശയത്തിൻ്റെ മുനകൾ ഇപ്പോൾ ഉയരുന്നത്. കെ മുരളീധരൻ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ ചെന്നു തറയ്ക്കുന്നതും TN പ്രതാപനും ഒപ്പമുള്ളവർക്കും നേരെയാണ്. തൃശ്ശൂരിൽ വമ്പിച്ച പരാജയമാണ് പാർട്ടി ഇത്തവണ നേരിട്ടത്. കഴിഞ്ഞ തവണ 4,15,000-ഓളം വോട്ടായിരുന്നു തൃശ്ശൂരിൽ TN പ്രതാപൻ നേടിയത്. 3,36,000-ഓളം വോട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ രാജാജി മാത്യു CPIക്ക് വേണ്ടി നേടിയിരുന്നു. എന്നാൽ ഇത്തവണ കെ മുരളീധരൻ അവിടെ നേടിയത് 3,28,124 വോട്ട് മാത്രമാണ്. അതായത് ഏകദേശം 80,000-ഓളം വോട്ട് കോൺഗ്രസിന് തൃശ്ശൂരിൽ നഷ്ടമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ CPIയുടെ വോട്ടിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല, നേരിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് വലിയൊരു വിഭാഗം വോട്ട് BJPയിലേക്ക് പോയത്. 1,14,000-ഓളം വോട്ടാണ് അവിടെ സുരേഷ് ഗോപി വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇത്രത്തോളം വർധനവ് ഈ വോട്ടിങ്ങിൽ എങ്ങനെ ഉണ്ടായി? ഏകപക്ഷീയമായി കെ മുരളീധരനെ തോൽപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ളത് കെ മുരളീധരൻ തന്നെ പരാതിയായി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ KPCC നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെ മുരളീധരന് എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ യോഗ്യതയുള്ള ആളാണെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. അത് മാത്രവുമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്തിന് ഏറ്റവും അർഹനായ ഒരാളാണ്. ഒരിക്കൽ KPCC അധ്യക്ഷനായിരുന്ന ആളാണ്. ഇനിയും പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡ് പറഞ്ഞാൽ KPCC അധ്യക്ഷനാകാൻ യോഗ്യനായ ആളാണ്. ആ സ്ഥാനം വിട്ടു നൽകുന്നതിന് തനിക്ക് ഒരു മടിയുമില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. അതിന് സമാനമായ പ്രതികരണമാണ് VD സതീശനും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂരിലെ പരാജയത്തെക്കുറിച്ച് ഒരു വിവാദം ഉണ്ടാക്കേണ്ട എന്ന് കരുതി പരസ്യമായ പ്രതികരണത്തിന് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതേസമയം കെ മുരളീധരനെ അനുനയിപ്പിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യമായ പ്രതികരണം നടത്തി പാർട്ടിയെ കൂടുതൽ വിവാദത്തിലേക്ക് തള്ളിയിടല് എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. എന്നാൽ ഈ സാഹചര്യം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് പത്മജ വേണുഗോപാൽ. കെ മുരളി തന്നെ തൃശ്ശൂരിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ച നേതാക്കളാണ് ജ്യേഷ്ഠനെയും പരാജയപ്പെടുത്തിയത് എന്നുള്ള പരസ്യമായ പ്രതികരണവുമായി പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നു. നേരത്തെ തന്നെ വി മുരളീധരനെ തൃശ്ശൂരിൽ
പാർട്ടിക്കാർ ഒറ്റപ്പെടുത്തുമെന്നും പാർട്ടിക്കാർ പരാജയപ്പെടുത്തുമെന്നുള്ള തൻ്റെ ദീർഘവീക്ഷണം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. അതേസമയം കെ മുരളീധരൻ്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ബി. കോൺഗ്രസ് നേതൃത്വത്തോട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കെ മുരളീധരനുള്ളത്. കെ മുരളീധരനെ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് BJP-യുടെ നേതൃത്വം. കെ മുരളീധരൻ്റെ സഹോദരിയും കരുണാകരൻ്റെ മകളുമായ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJP-യിലേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെ തൻ്റെ ജ്യേഷ്ഠനെ BJP-യിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള പരസ്യമായ പ്രതികരണം പത്മജ വേണുഗോപാൽ നടത്തിയിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വൻപിച്ച പരാജയം കെ മുരളീധരന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ തൃശ്ശൂരിൽ ചതിച്ചതാണെന്നുള്ള ഒരു പരാതി കെ മുരളീധരന് തന്നെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കെ മുരളീധരനെ എങ്ങനെയെങ്കിലും BJP-യിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ചില അണിയറക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനോട് BJP-യുടെ സംസ്ഥാന നേതൃത്വം അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. നിലവിൽ മൂന്നാം മോദി സർക്കാർ ഞായറാഴ്ച അധികാരത്തിലെത്തുന്ന അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ മന്ത്രിസഭാ രൂപീകരണത്തിൽ തൃശ്ശൂരിൻ്റെ പ്രതിനിധിയായി കേരളത്തിൻ്റെ പ്രതിനിധിയായി സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഇത് തൃശ്ശൂരിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിൻ്റെ സാഹചര്യമാണുള്ളത്. ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഇനിയുള്ള വേരോട്ടം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJP-യുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കെ മുരളീധരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള ഒരു നേതാവ് BJP പക്ഷത്തേക്ക് എത്തിയാൽ അത് BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടമാകും. അതേസമയം കെ മുരളീധരൻ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയോ ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസുമായി വലിയ ഒരു അകൽച്ചയിലേക്കാണ്, മാനസികമായ അകൽച്ചയിലേക്കാണ് കെ മുരളീധരൻ എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ മുരളീധരനെ കോൺഗ്രസിൽ നിന്നും പുകച്ച് പുറത്തു ചാടിച്ച് BJP പാളയത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇടനിലക്കാർ മുഖേന പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തേക്ക് വരുന്നത്. തൃശ്ശൂരിൽ ജാതിമത സമവാക്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെതിരായി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രാഥമികമായ വിലയിരുത്തൽ. അതേസമയം ഏത് സാഹചര്യത്തിലാണ് ജാതിമത സമവാക്യങ്ങൾ കോൺഗ്രസിനെതിരായത് എന്നുള്ള ചോദ്യമാണ് കെ മുരളീധരൻ ഉന്നയിക്കുന്നത്. അത് മാത്രവുമല്ല, വടകരയിൽ നിന്ന് തന്നെ KPC നേതൃത്വം നിർബന്ധിച്ച് തൃശ്ശൂരിലേക്ക് എത്തിച്ചത് എന്തിനാണെന്ന ചോദ്യം കെ മുരളീധരൻ ഉന്നയിക്കുന്നു. വടകരയിൽ കഴിഞ്ഞ തവണ വമ്പിച്ച് വിജയം കൊണ്ടുവന്ന ആളാണ്, അല്ലെങ്കിൽ വമ്പിച്ച് അട്ടിമറി വിജയം നേടിയ ആളാണ് കെ മുരളീധരൻ. തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ കൊണ്ടുവന്നത് KPC നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിനോട് കെ മുരളീധരന് 100% യോജിപ്പുണ്ടായിരുന്നില്ല. എന്നിട്ടും കെ മുരളീധരൻ തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. എന്നാൽ പാർട്ടി സംവിധാനം അതിനൊപ്പം നിന്നില്ല എന്നുള്ള ഒരു പരാതി തുടക്കത്തിൽ തന്നെ കെ മുരളീധരൻ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി തൃശ്ശൂർ പൂരം അലങ്കോലമായ സാഹചര്യത്തിലൂടെ അതിൻ്റെ നേട്ടം ഒന്നടങ്കമുണ്ടായത് BJP-ക്കും NDA-ക്കും അനുകൂലമായിട്ടാണ്, സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണ് എന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തിൽ നിന്ന് ഇത്രത്തോളം വോട്ട് കുറഞ്ഞത് അതും കെ മുരളീധരനെ പോലെയുള്ള ഒരു ക്രൗഡ് പുള്ളർ, ഒരു വലിയ പാരമ്പര്യമുള്ള നേതാവ്, ആ നേതാവിന് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പ്രാദേശികമായി കോൺഗ്രസിനുള്ളത്. TN പ്രതാപൻ അടക്കമുള്ളവർ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തിയില്ല. ആ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്നുള്ള പ്രാഥമികമായ വിലയിരുത്തലുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ചതിച്ചവരുണ്ടെങ്കിൽ അവരെ കൃത്യമായി ശിക്ഷിക്കുമെന്നുള്ള സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആലത്തൂരിലെയും തൃശ്ശൂരിലെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തും. ആലത്തൂരിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കും. തൃശ്ശൂരിൽ ആ പരിശോധന നടത്തുകയും കുറ്റക്കാരായ നേതാക്കന്മാർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയും കെ മുരളീധരൻ നേതാവിനെ അനുനയിപ്പിച്ച് പാർട്ടിയിൽ കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കെ മുരളീധരൻ കൂടി ആ പാർട്ടിയെ വിട്ട് BJP പാളയത്തിലേക്ക് പോയാൽ തൃശ്ശൂരിൽ പാർട്ടിയുടെ കഥ കഴിഞ്ഞു എന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിക്കുന്നുണ്ട്. പത്മജയെ പോലെയുള്ള ഒരു നേതാവല്ല കെ മുരളീധരൻ. കെ മുരളീധരന് കൃത്യമായ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഒരു ക്രൗഡ് പുള്ളറാണ്, വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയും കെ മുരളീധരനെ BJP-യിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം BJP-ക്കുമുണ്ട്. എന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണുകയേ വഴിയുള്ളൂ.